ഇടുക്കി അടിമാലിയിൽ ഏത്തയ്ക്ക വ്യാപാരം നടത്തുന്ന വ്യാപാരിയുടെ കട ജപ്തി ചെയ്ത കേരള ബാങ്കിന്റെ നടപടിക്ക് തിരിച്ചടി. തൊടുപുഴ CJM കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് അധികൃതർ എത്തി വ്യാപാര സ്ഥാപനം തുറന്നു നൽകി. ഇക്കഴിഞ്ഞ 10-നായിരുന്നു ബാങ്ക് അധികൃതർ എത്തി അപ്രതീക്ഷിതമായി കട ജപ്തി ചെയ്ത് സീൽ ചെയ്തത്. അടിമാലി ടൗണിൽ സർക്കാർ ഹൈസ്കൂൾ പരിസരത്ത് ഏത്തയ്ക്ക മൊത്ത വ്യാപാരം നടത്തുന്ന പെരുമ്പാവൂർ സ്വദേശി അക്ബറിനാണ് കോടതി ഉത്തരവ് ആശ്വാസമായിട്ടുള്ളത്. മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ നിന്ന് സ്ഥലം വാടകയ്ക്കെടുത്ത് സ്ഥാപനം നിർമ്മിച്ചായിരുന്നു അക്ബർ ഇവിടെ വ്യാപാരം നടത്തി വന്നിരുന്നത്. അക്ബറിന് ബാങ്കുമായി ഇടപാടില്ലെങ്കിലും മാർക്കറ്റിംഗ് സൊസൈറ്റിക്കുള്ള കുടിശ്ശിക ഈടാക്കുന്നതിനു വേണ്ടി ഇക്കഴിഞ്ഞ 10-ന് കേരള ബാങ്ക് അധികാരികൾ എത്തി സ്ഥാപനം സീൽ ചെയ്ത് പൂട്ടി. അപ്രതീക്ഷിതമായ നടപടി ഉണ്ടായതോടെ അക്ബർ പ്രതിസന്ധിയിലായി. വിഷു വിപണി മുമ്പിൽ കണ്ടെത്തിച്ച ഏത്തയ്ക്ക കുലകളടക്കം സ്ഥാപനത്തിലിരിക്കുകയായിരുന്നു ബാങ്കിന്റെ നടപടി. പിന്നീട് അക്ബർ കോടതിയെ സമീപിച്ച് സാധനങ്ങൾ നീക്കാൻ 2 ദിവസത്തെ സാവകാശം നേടിയെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് കട ജപ്തി ചെയ്ത കേരള ബാങ്കിന്റെ നടപടിക്ക് തൊടുപുഴ CJM കോടതിയിൽ നിന്നും തിരിച്ചടിയുണ്ടായിട്ടുള്ളത്. കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് അധികാരികളെത്തി വ്യാപാര സ്ഥാപനം തുറന്നു നൽകി. വിഷയത്തിൽ മുമ്പേ തന്നെ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടെന്നിരിക്കെ CJM കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു കേരള ബാങ്ക് ജപ്തി നടപടികളുമായി എത്തിയതെന്നും ഇതിനേറ്റ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്നും അടിമാലി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി പറഞ്ഞു. CJM കോടതി തൊടുപുഴ CJM കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ടായിട്ടും അക്ബർ ബനാന മാർട്ട് എന്ന് പറയുന്ന ഈ സ്ഥാപനം, അക്ബർ ബനാന മർച്ചൻ്റ് എന്ന് പറയുന്ന ഈ സ്ഥാപനം കേരള ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പൂട്ടിക്കൊണ്ടുപോയതാണ്. അതിനുശേഷം 2 ദിവസമെങ്കിലും സമയം ഇതിന് ഉത്തരവാദികളല്ല, ലോൺ എടുത്തിട്ടുള്ളത് ഈ സ്ഥലത്തിൻ്റെ ഉടമകളായിട്ടുള്ള മറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ്. പക്ഷേ ഇവർ വാടകയ്ക്കെടുത്ത് വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ്. 2 ദിവസം കൊണ്ട് ഈ സ്ഥാപനം 10 ലക്ഷം രൂപയുടെ സ്ഥാപനം ഇതിനകത്ത് വാഴക്കൊല ഇരിക്കുന്നത് മാറ്റണം, അതിനുള്ള അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാതെ ഇത് പൂട്ടിക്കൊണ്ടുപോയതാണ്. വീണ്ടും പിറ്റേ ദിവസം പോയി ഹൈക്കോടതിയിൽ നിന്ന് പെരിഷബിൾ ഐറ്റംസ് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഓർഡർ വാങ്ങി 2 ദിവസം തുറന്നാണ് ഈ സാധനങ്ങൾ മാറ്റാൻ കഴിഞ്ഞത്. ഈ കെട്ടിടം ഇവിടെ നിലവിലില്ലെങ്കിലും ഇവർക്ക് ഈ സ്ഥലം ജപ്തി ചെയ്യാൻ കഴിയുന്നതാണ്. മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ സ്ഥലം ജപ്തി ചെയ്യണമെങ്കിൽ അതിനകത്തിരിക്കുന്ന ഒരു വാഴക്കൊല വ്യാപാരിയെ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. 10 ലക്ഷം രൂപയുടെ നഷ്ടം ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതിന് കേസ് കൊടുത്തിട്ടുള്ളത്. യാതൊരുവിധ മര്യാദയുമില്ലാതെ ബാങ്കുകാർ ലോൺ കൊടുക്കുന്നു, ഷൈലോക്കുമാരെ പോലെ പ്രവർത്തിക്കുന്ന ബാങ്കുകാരാണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്ന് ഇവിടെ ഈ സ്ഥാപനം അടച്ചുപൂട്ടിക്കൊണ്ടുപോയത്. വ്യാപാരിയെ വെട്ടിലാക്കിയ കേരള ബാങ്ക് നടപടിക്കെതിരെ വ്യാപാരി സംഘടനകളിൽ നിന്നടക്കം അന്ന് വലിയ പ്രതിഷേധം നേരിടേണ്ടി വന്നിരുന്നു. ബാങ്കിന് മുമ്പിൽ സമരവും നടന്നു. ഉണ്ടായിരുന്ന സ്ഥാപനം ബാങ്ക് പൂട്ടിയതോടെ അടിമാലി ടൗണിൽ തന്നെ മറ്റൊരു താൽക്കാലിക സംവിധാനമൊരുക്കിയായിരുന്നു അക്ബർ തന്റെ കച്ചവടം തുടർന്നു പോന്നിരുന്നത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.